മാർച്ച് 8 ലോക വനിതാ ദിനം ആഘോഷിക്കുമ്പോൾ ഒരുപാട് അവഗണനകളെ മറികടന്ന് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്ന പത്മജയാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ മാതൃകയെന്ന് നടൻ ഹരീഷ് പേരടി. സമൂഹ മാധ്യമങ്ങളിലൂടെയായിരുന്നു ഹരീഷ് തന്റെ പ്രതികരണം അറിയിച്ചത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: മാർച്ച് 8 ലോക വനിതാ ദിനം. നിങ്ങൾക്ക് രാഷ്ട്രീയമായ യോജിപ്പും വിയോജിപ്പും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു സ്ത്രീ ഒരുപാട് അവഗണനകളെ മറികടന്ന് അവർക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു നീങ്ങുന്നു. ഈ വനിതാ ദിനത്തിന് ഇതിലും വലിയ മാതൃകയില്ല. എല്ലാവർക്കും ലോക വനിതാ ദിനാശംസകൾ എന്നാണ് ഹരീഷ് പേരടി കുറിച്ചത്. ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് പത്മജ വേണുഗോപാൽ ഇക്കഴിഞ്ഞ ദിവസം BJP അംഗത്വം സ്വീകരിച്ചത്. പ്രകാശ് ജാവ്ദേക്കറുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയതിന്റെ പിന്നാലെ പത്മജ BJP ഓഫീസിലെത്തി. പത്മജയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ വളരെ സന്തോഷവതിയാണ്, അല്പം ടെൻഷനുണ്ട്. കാരണം വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയിലായിരുന്ന വ്യക്തിയാണ് ഞാൻ. കുറച്ച് വർഷങ്ങളായി കോൺഗ്രസ് പാർട്ടിയിൽ ഞാൻ അത്ര സന്തോഷവതിയായിരുന്നില്ല. ഹൈക്കമാൻഡിൽ പരാതി നൽകിയിട്ടും ഒരു പ്രതികരണവും തനിക്ക് ലഭിച്ചില്ല. എന്റെ അച്ഛനും ഇതേ അനുഭവം പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിനാലാണ് ഞാനൊരു തീരുമാനത്തിലെത്തിയത്. കാരണം ഞാൻ പാർട്ടിയോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. സമാധാനമായി ജോലി ചെയ്യാനായാൽ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാ പാർട്ടിയിലും ഒരു ലീഡർഷിപ്പ് ഉണ്ട്, എന്നാൽ കോൺഗ്രസിൽ അതില്ല. സോണിയാഗാന്ധിയെ കാണാൻ പോലും തനിക്കായില്ല. ഒരു അപ്പോയിന്റ്മെന്റിന് വേണ്ടി കുറെ നടന്നു, പക്ഷേ ഫലമുണ്ടായില്ല. അതിനാൽ ഞാനൊരു തീരുമാനത്തിൽ എത്തി. ഞാൻ BJPയെ കുറിച്ച് പഠിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ പാർട്ടിയിലേക്ക് വരാൻ കാരണം മോദിജിയാണ്. കാരണം മോദിജി ഏറ്റവും കരുത്തനായ നേതാവാണ്. മോദിജിയുടെ കഴിവും ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് വിടാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം എന്നെ തോൽപ്പിച്ചത് ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. പലതവണ ഞാൻ പരാതി നൽകി, എന്നാൽ അതെല്ലാം ചവറ്റുകുട്ടയിൽ പോയതേ ഉള്ളൂ. എന്നെ തോൽപ്പിച്ച ആളുകളെ തന്നെ എന്റെ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് എന്റെ മണ്ഡലത്തിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കാതെയായി. ഒടുവിൽ രാഷ്ട്രീയം അവസാനിപ്പിച്ചു പോയാലോ എന്നുവരെ ആലോചിച്ചു. കോൺഗ്രസ് പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ട്. ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലാണ്. ഇത്രയും കൊല്ലം ഞാൻ ജീവിച്ചതും ഈ പാർട്ടിയിലാണ്. അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ ഈ പാർട്ടി വിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും. നേതാക്കളല്ല, പാർട്ടി പ്രവർത്തകർ എന്നെ മനസ്സിലാക്കും. അതേസമയം 4 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അയ്യന്തോൾ മൈതാനത്ത് UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ നയിച്ച സ്നേഹ സന്ദേശയാത്രയുടെ സമാപന ചടങ്ങിൽ പത്മജ വേണുഗോപാൽ പ്രസംഗിച്ചിരുന്നു. പ്രസംഗം ഇങ്ങനെയായിരുന്നു: നമ്മുടെ കോൺഗ്രസുകാരുടെ പ്രശ്നം ഒത്തൊരുമയില്ലാത്തതാണ്. മിക്ക പാർട്ടിക്കാർക്കും 2 തരം ചിരിയാണ്. ഒരു ചിരി ആത്മാർത്ഥതയുള്ളത്, മറുചിരി ഉണ്ടാക്കി ചിരിയാണ്. ഇത് മാറണം. എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ച് TN പ്രതാപനെ വിജയിപ്പിക്കണം. പാർട്ടി അവഗണിച്ചെന്ന പത്മജയുടെ ആരോപണത്തോട് പാർട്ടി നേതാക്കൾ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു തവണ ലോക്സഭാ സ്ഥാനാർത്ഥിത്വവും 2 തവണ നിയമസഭാ സ്ഥാനാർത്ഥിത്വവും നൽകിയെന്നാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.